പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്കൊരു വചനം വായിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. അവിടെ ഇപ്രകാരം പറയുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയ സഹോദരങ്ങളെ, ദൈവകൃപ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ സമാധാനത്തിലാകാൻ സാധിക്കത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഇതാ ആവി പോലെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ ആവി സ്വർഗത്തിൽ ചെന്ന് മഴയായി, സമാധാനമായി, കൃപയായി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയും. അതുകൊണ്ടാണ് ലൂക്ക 2:14 പറയുന്നത്, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകും. ആ കൃപ നമ്മെ സമാധാനത്തിലേക്ക് നയിക്കും. അപ്പോൾ നമ്മൾ എന്ത് കാര്യവും നമ്മൾ ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മളിലേക്ക് കൃപ ഒഴുകുന്നത്. ഈ കൃപ സമാധാനമായിട്ട് മാറും. എങ്ങനെയാണ് സമാധാനമായിട്ട് മാറുന്നത്? എഫേസ്യൂസ് 2:14 പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്. സമാധാനത്തിന് ദൈവം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം, ഹൃദയത്തെ നയിക്കണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഒരുങ്ങാം. കർത്താവായ ദൈവമേ, അവിടുത്തെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കണമേ. സമാധാനമുള്ള ഹൃദയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും, കിടന്നുറങ്ങാൻ സാധിക്കും, ജോലി ചെയ്യാൻ സാധിക്കും. ക്രിസ്തു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറുന്നോ അപ്പോൾ ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരിക്കുവാൻ ഇടവരുത്തുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന, ഈ ടിവിയുടെ മുമ്പിലിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ക്രിസ്തുവിൻ്റെ സമാധാനം നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഈ സമയം ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് തവണ കുടുംബജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടിട്ടുള്ളവരാണ്. പക്ഷെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ കുടുംബത്തിൽ വരുന്ന വ്യത്യാസങ്ങളെന്ന് അറിഞ്ഞിരിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു, ഞാൻ ഈ ക്ലാസ്സൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതാണല്ലോ, ഒരുപാട് പേരുടെ ക്ലാസ് ഞങ്ങൾ കേട്ടിട്ടുണ്ടോ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ എന്ന്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും തന്നെ വ്യത്യസ്തമായ ആ രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കേൾക്കണം. കാരണം ഓരോ കാലഘട്ടവും പോകുന്നത് കുടുംബത്തിൻ്റെ രീതിയിൽ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. ഒരുപാട് ഡൈവോഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയും വഞ്ചനയൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കണം. പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോൾ 4 തരം കുടുംബങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഒന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത് മനുഷ്യൻ പണിത കുടുംബത്തെക്കുറിച്ചാണ്. മനുഷ്യൻ പണിത കുടുംബം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പള്ളിയിൽ വെച്ച് വിവാഹമൊക്കെ നടന്നു, കൂതാശകളൊക്കെ സ്വീകരിച്ചായിരിക്കാം. പക്ഷെ മനുഷ്യൻ്റെ ബുദ്ധിയും ശക്തിയും കഴിവും അനുസരിച്ച് കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും താളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ കുറച്ച് പണവും നല്ലൊരു എൻജിനീയറും ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് വെക്കാൻ സാധിക്കും. പക്ഷെ അതൊരു ഭവനമാകത്തില്ല കേട്ടോ. എത്ര വലിയ മണിമാളകൾ പണിതാലും അതൊരു ദൈവീക ഭവനമാകത്തില്ല. ആൾക്കാർ നോക്കിക്കഴിയുമ്പം നല്ലൊരു ഭവനം, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ദൈവീക ഭവനമായാൽ അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയും കഴിവും അനുസരിച്ചുള്ള ഭവനമുണ്ട്. അതിന്ന് മനുഷ്യന് ഒത്തിരി പേര് പണിയുന്നുണ്ട്. അതാണ് മണൽപ്പുറത്ത് പണിത ഭവനം പോലെ തകർന്നു പോകാൻ കാരണം. ഇനി രണ്ടാമത്തെ ഭവനം എന്ന് പറയുന്നതാണ് സർക്കാർ പണിത ഭവനം. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, രജിസ്റ്റർ മാരേജ് വഴി ചെയ്ത ഭവനം. അത് രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെട്ടു, മതത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ പിൻബലമില്ലേലും പ്രായപൂർത്തിയായ 2 പേർക്ക് വിവാഹം കഴിക്കാം. ആരെങ്കിലും സാക്ഷിക്കാരുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം. അതിനുള്ള നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ വാല്യൂ കുറച്ചു കാലം കഴിയുമ്പം അത് മാറ്റി മറിഞ്ഞു പോകാം. അത് ഡൈവോഴ്സ് ആകാം, കുഴപ്പമില്ല. അതിന് നിശ്ചിത കാലഘട്ടമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് പിൻബലങ്ങളൊന്നും കാണണമെന്നില്ല. ആരുടെ അനുഗ്രഹമോ പ്രാർത്ഥനയോ സപ്പോർട്ടോ വേണമെന്നില്ല. അത് സർക്കാർ പണിത ഭവനമാണ്. മൂന്നാമത്തെ ഭവനം എന്ന് പറഞ്ഞാൽ സാത്താൻ പണിത ഭവനമാണ്, പിശാച് പണിത ഭവനം. മറ്റൊരുത്തൻ്റെ ഭാര്യ ഭർത്താവിനെ അടിച്ചെടുത്ത് മാറ്റി അതുകൊണ്ട് വിവാഹം കഴിക്കുക. മറ്റൊരാളുടെ കണ്ണീരോടുകൂടി മറ്റ് ജീവിത പങ്കാളിയെ മാറ്റിമറിച്ച് കല്യാണം കഴിക്കുന്നൊരവസ്ഥ. ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത് എൻ്റെ മനസ്സിൽ വേദനയായിട്ട് വരികയാണ്. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുണ്ട്. ആദ്യത്തെ കുട്ടി ഉണ്ടായ അദ്ദേഹത്തിന് കൂട്ടത്തിലുണ്ട്. രണ്ടാമത്തെ കുട്ടീനെ പ്രസവത്തിനായിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പ്രസവം കഴിഞ്ഞ് ഇളയ കുട്ടിയായിട്ട് വരുന്ന സമയത്ത് അവൾ വരുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അറിയുന്നത് അവൾക്ക് ഇവൻ്റെ കൂട്ടത്തിൽ വരാൻ താമസമാണ്.
കാരണം അവൾ പറയുന്നത് രണ്ടാമത്തെ കുട്ടി നിങ്ങളുടെ അല്ലെന്നാണ് പറയുന്നത്. ഈ മനുഷ്യൻ മാനസികമായിട്ട് ഒത്തിരി തകർന്നു പോയി കേട്ടോ, വല്ലാത്തൊരു അവസ്ഥയിലേക്കായി പോയി. അത് കഴിഞ്ഞ് അവളോട് കരഞ്ഞു പറഞ്ഞു, നീ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കരുത്, നാണക്കെടുത്തരുത്. പക്ഷെ അവൾ വന്നില്ല, അവൾ തിരിഞ്ഞു പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇന്ന് ഒത്തിരി പേരുണ്ട് ഈ സാത്താൻ പണിത ഭവനത്തിലേക്ക് പോകുന്നു. ഇന്ന് കുട്ടികളൊക്കെ അറിയാൻ സാധിക്കും, ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അവരോടുള്ള ആ പിടുത്തമൊക്കെ വളരെ കുറവാണല്ലോ. അതുകൊണ്ട് അവരവരുടെ രീതിയിൽ അവരെ തോന്നിയാസം പോയി ജീവിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, അതിലൊരു കാര്യമാണ് ലിവിങ് ടുഗദർ എന്ന് പറയും. ഇഷ്ടപ്പെട്ട ആളോടുകൂടി എത്ര കാലഘട്ടം വേണമെങ്കിലും ജീവിക്കാം. ചട്ടക്കൂടുകളൊന്നും ആവശ്യമില്ല, മുന്നോട്ട് പോകുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ സംസാരിക്കുന്ന അവസ്ഥയിൽ അപ്പച്ചൻ പറയുമായിരുന്നു, എൻ്റെ കൊച്ചിനെ ഞാൻ ലോൺ എടുത്താണ് പഠിപ്പിച്ചത്. ലോൺ എടുത്ത് ഒത്തിരി ബാധ്യത വരുത്തി കൊണ്ടുപോയി അവളെ പഠിപ്പിച്ചു. അപ്പോൾ അവളെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, സങ്കല്പങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അറിയുന്നത് അവൾ അന്യമാത്യപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കൊടുത്ത് ചാടിപ്പോയിന്ന്. പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഒത്തിരി കരഞ്ഞു. സ്വന്തക്കാരും പ്രിയപ്പെട്ടവരെല്ലാവരും കൂടെ പറഞ്ഞു, നമ്മളായിട്ട് ഇനി അവളെ ഉപേക്ഷിക്കണ്ട, ആ കല്യാണം നടത്തി വിട്ടാക്കാന്ന് പറഞ്ഞു. അപ്പച്ചൻ പറയുക, ഞാൻ വിങ്ങുന്ന മനസ്സോടുകൂടി ആ വിവാഹത്തിന് പോയി പങ്കെടുത്തത്. എന്നിട്ട് അവളെ പറഞ്ഞു വിട്ടു. പക്ഷെ അവൾക്ക് വലിയൊരു കൂസലില്ലായിരുന്നു. നിങ്ങളൊരു ഇന്ന് സാത്താൻ പണിത ഒത്തിരി കുടുംബങ്ങൾ കാണാൻ സാധിക്കും. അവിടെയാണെങ്കിൽ മൊത്തം ചീത്തയും വഴക്കും വക്കാണവുമായിട്ട് ഇറക്കുകയാണ്. പല കുടുംബങ്ങൾ കൊണ്ട് സാത്താൻ പണിത കുടുംബം. അവർക്ക് ഈ സാത്താൻ പണിത കുടുംബം എന്ന് അറിയാൻ സാധിക്കത്തില്ല. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത സ്നേഹമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുമൊക്കെ എടുത്താൽ നമുക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിനൊരു സ്ഥാനമൊന്നുമില്ല. സാത്താൻ പണിത കുടുംബം അതവർക്കൊട്ട് മനസ്സിലാകുകയില്ല. അടുത്ത കുടുംബമാണ് ദൈവം പണിത കുടുംബം. ഇതിനെക്കുറിച്ച് ദൈവവചനം പറയുന്നു. സങ്കീർത്തനം 127:1 പറയുന്നു, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാർ പിതാവില്ല. കർത്താവാണ് സ്നേഹമുള്ളവരെ ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയുന്നത്. ഒരു കർത്താവാണ് കുടുംബം പണിയേണ്ടത്. അവിടെ എങ്ങനെ ഇരിക്കണം? ഉൽപ്പത്തി 2:18 പറയുന്നു, നിനക്ക് ചേർന്ന ഇണയെ ഞാൻ തരും. ചേർന്ന ഇണയെ ദൈവം തരുന്നതിനെ വേണം സ്വീകരിക്കാൻ. എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന 2 ദമ്പതികളെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ചിത്രമായിട്ട് തെളിഞ്ഞു വരികയാണ്. ഒരു ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 6-6 അടി പൊക്കമുണ്ട്. ആ ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു 4 അടി പൊക്കം കാണും. തീരെ ചെറുതാണ്. ഇവരെങ്ങനെ ചേർന്ന് തോന്നി. പക്ഷെ അവരുടെ മനസ്സുകൾ നല്ല ചേർച്ചയാവട്ടോ. ഞാൻ പലപ്പോഴും അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ചേർന്നതെന്ന്. അപ്പോൾ ആ അമ്മച്ചി എപ്പോഴും പറയും, ദൈവം ചേർത്തതല്ലേ, ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നമില്ല. വലിപ്പം കൊണ്ടല്ല സ്നേഹമുള്ളവരെ, ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അടുപ്പമാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദൈവം ചേർന്ന ഇണയെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇവരെങ്ങനെ ചേരുന്നു എന്ന്. പക്ഷെ ദൈവം ചേർത്തതാണെങ്കിൽ അത് പ്രതിസന്ധികളില്ലാതെ പ്രശ്നമില്ലാതെ പോകാൻ സാധിക്കും. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 19:6 പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കണം. ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ മനുഷ്യൻ വേർപെടുത്തരുത് കേട്ടോ. ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമുക്ക് തോന്നും ഇത് മനുഷ്യൻ ചേർത്തതാണെന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. പക്ഷെ ദൈവം ചേർത്തതാകട്ടോ. ചില പ്രതിസന്ധികളും പ്രശ്നം വരുമ്പോൾ ഓർക്കും, ദൈവമേ ഇത് തന്നെയാണോ എനിക്ക് വന്നത്? പക്ഷെ നമ്മളെ നന്നാക്കാൻ വേണ്ടി ദൈവം അത് തന്നതായിരിക്കാം. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സ്നേഹമുള്ളവരെ, ഇന്ന് പല കുടുംബവും തകരുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണത്തെക്കുറിച്ചാണ്. അതിന് ഞാൻ പറയും, ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ല് അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമാണ്. പാരമ്പര്യം തറവാടുകളാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പനാണ് നെടും തൂണെന്ന് പറയുന്നത്. അപ്പനിൽ നിന്നാണല്ലോ നമ്മുടെ തലമുറയിലേക്കെല്ലാം വരുന്നത്. വല്യപ്പമ്മ മുഖാന്തരം ഇങ്ങനെയെല്ലാം നമ്മുടെ തറവാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ അടിത്തറ ഇളകിയിട്ടുണ്ടെങ്കിൽ ആ വീട് മുഴുവൻ ഇളകാൻ സാധ്യതയുണ്ട്. അടിത്തറ അപ്പനാണെങ്കിൽ അപ്പൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുടുംബത്തിൽ നീതിമാനായ ഒരു അപ്പനുണ്ടെങ്കിൽ, കൃപ നിറഞ്ഞ ഒരു അമ്മയുണ്ടെങ്കിൽ, അനുസരണമുള്ള മക്കളുണ്ടെങ്കിൽ, അതൊരു വീടിൻ്റെ അടുപ്പുകല്ല് പോലെ 3 യോജിച്ചിരുന്നാൽ അത് ഭയങ്കര ഉറപ്പായിരിക്കും, ബലമായിരിക്കും, പാറപ്പുറത്ത് പണിത ഭവനമായിരിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊക്കെ കുടുംബജീവിതത്തിലുള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് പുറകോട്ട് ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കുടുംബം ഏതെങ്കിലും ഇത് തകരാൻ ഒരു കാരണമുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നീതിമാൻ ഒരു അപ്പനുള്ളിടത്ത് ആ കുടുംബം തകരത്തില്ല. നീതിയുള്ള ഒരപ്പൻ ഏതെങ്കിലും നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. നീതിയുള്ളൊരപ്പൻ, നീതിമാനെ കുറിച്ച് ബൈബിളിൽ നമ്മൾ പറയുന്നത് കേൾക്കണം. ഇത് പറയുമ്പോൾ ഒരു സംഭവം കൂടെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ സുഹൃത്തോട് ഞാൻ ചോദിച്ചു, എടാ നീ വിവാഹം കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു. പറഞ്ഞു അവൻ്റെ വീട് ഹൈറേഞ്ചിലാണ്. ഹൈറേഞ്ചിൽ അവൻ ഇതുപോലെ തന്നെ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ചേറെ നടന്ന്, വാഹന സൗകര്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ നിന്ന് നടന്ന് തിരിച്ചിങ്ങോട്ട് വരികയാണ്. കൂടത്തിലൊരു ദല്ലാളും ഉണ്ട്. അവരും കൂടെ വന്ന് ആ പെണ്ണിനെ പോയി കണ്ടു. അത്രയ്ക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പറയാം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. കുറച്ചു നേരം നടന്നു വന്നപ്പോൾ ക്ഷീണിച്ചു. അടുത്തൊരു കടയുണ്ടായിരുന്നു. ആ ചായക്കടയൊക്കെ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കടക്കാരൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയതാന്ന് ചോദിച്ചു. പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിവിടെ അടുത്ത് ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോയതാണ്. ഏത് വീട്ടിലാന്ന് ചോദിച്ചു. ഇന്ന വീടാ എന്നൊക്കെ പറഞ്ഞു.
എങ്ങനെയുണ്ട് ചേട്ടാ വീട്ടുകാരെന്ന് ചോദിച്ചു. അദ്ദേഹം ഹൈന്ദവനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. എന്താ ചേട്ടാ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒറ്റ അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. ആ പെണ്ണിൻ്റെ അപ്പൻ ഒരു നീതിമാനായ മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. ഈ നാട്ടിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. വലിയ സ്വത്തൊന്നുമില്ല മക്കളെ, പക്ഷെ നല്ലൊരു അപ്പനാണ്. ആ മക്കളും അങ്ങനെയല്ലേ ആകത്തുള്ളൂ. ആ പോകുന്ന വഴിക്കൊക്കെ ആ മനുഷ്യൻ ചിന്തിച്ചു, നീതിമാനൊരു അപ്പൻ, ആ അപ്പൻ്റെ മോളെ കെട്ടിയാൽ എൻ്റെയും ജീവിതത്തിൽ നീതി ഉണ്ടാകുന്നൊരു തോന്നലായി. അടുത്ത ദിവസം അഭിപ്രായം പറയാൻ നേരത്ത് പറഞ്ഞു, ശരി നിങ്ങളുടെ വീട്ടുകാരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, വിവാഹം നടന്നോ? അത് തന്നെ എൻ്റെ ഭാര്യ. ആ കടക്കാരൻ പറഞ്ഞ് മാത്രമായിരുന്നു, ഞാൻ മറ്റൊന്നും അന്വേഷിച്ചില്ല, കൂടുതലായിട്ടൊന്നും അന്വേഷിച്ചില്ല. നീതിമാനായ ഒരു അപ്പൻ്റെ കുഞ്ഞ് നീതിമാനായ മക്കളായിരിക്കും സ്നേഹമുള്ളവർ. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, നമ്മുടെ കുടുംബത്തിൻ്റെ നാഥൻ നെടും തൂണെന്ന് പറയുന്നത് നീതിയായിരിക്കണം, നീതിയോടെ പണിത വീടായിരിക്കണം. അനീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകരുത്. നീതിയെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു? നീതിമാനൊരു അപ്പൻ. നീതിമാനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ബൈബിളിൽ പറയുമ്പോൾ യവസേ പിതാവ് നീതിമാനായിരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ യവസേ പിതാവിനെ കുറിച്ച് കൂടുതലൊന്നും പറയാറില്ലെങ്കിലും മത്തായിയുടെ സുവിശേഷം 1:19 പറയുന്നുണ്ട്, യോസഫ് നീതിമാനായിരുന്നു. അതിന് കാരണം പറയുന്നത് അവൻ ഭാര്യയെ അപമാനിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. ഭാര്യയെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്ത യോസഫ് നീതിമാനായിരുന്നു. ഒരു കാരണമുണ്ട് കേട്ടോ, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് ഒത്തിരി പേരെ നമുക്ക് കാണാൻ സാധിക്കും, സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാൻ സാധിക്കും, പലരെയും പല രീതിയിൽ അപമാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവൻ്റെ വ്യക്തിത്വത്തെ, അവൻ്റെ സ്വഭാവത്തെ എല്ലാം അപമാനിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. ജീവിത പങ്കാളി വരെ പല രീതിയിൽ, ഒരുപക്ഷെ അല്പ ഈഗോയുടെ പേരിലായിരിക്കാം, അഹങ്കാരത്തിൻ്റെ പേരിലായിരിക്കാം, മുറിവിൻ്റെ പേരിലായിരിക്കാം, ചാനൽ ചർച്ചകളിലും മീഡിയയിലൊക്കെ കൂടി ഒത്തിരി പേരെ അപമാനിക്കുന്ന കാര്യം എന്തുമാത്രം വിഷമമുണ്ടാക്കുന്ന കാര്യമെന്നറിയോ? അപമാനിക്കുക. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കുക. എത്രയോ പേര് അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയാം. നിസ്സാര കാര്യത്തിന് വന്നിരുന്നുകൊണ്ട് മറ്റുള്ളവരെ അപമാനിക്കുക. തെറ്റാണെങ്കിൽ പോലും അവർ ചെയ്ത തെറ്റായിരിക്കും, തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് സ്നേഹമുള്ളവരെ, അപമാനിക്കുക. ജോസഫിനെ നീതിമാനാക്കാൻ പ്രധാനപ്പെട്ട കാര്യം, ജോസഫ് ഒരു കാരണവശാലും എന്തെല്ലാം ജോസഫിന് വേണേൽ പറയായിരുന്നു, ആരോടെല്ലാം പറയായിരുന്നു. ജോസഫിന് വേണേൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുമ്പോഴത്തേനും മീഡിയക്കാരെല്ലാം വിളിച്ചു കൂട്ടായിരുന്നു, പത്രക്കാരെല്ലാം വിളിച്ചു കൂട്ടായിരുന്നു. പക്ഷെ ജോസഫ് അന്നൊരു പക്ഷെ അതില്ലായിരിക്കാം. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സാഹചര്യം വേണേ ഉണ്ടായിരിക്കാം. പക്ഷെ ജോസഫ് ചെയ്തില്ല, ഭാര്യയെ അപമാനിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ അപമാനിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു നീതിമാന്റെ ഏറ്റവും വലിയ ലക്ഷണം. അത് ആരെ ആയിക്കോട്ടെ, ഏതൊരു വ്യക്തിയെയും അവൻ്റെ പേരിനെ ചൊല്ലിയോ സ്വഭാവത്തെ ചൊല്ലിയോ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കാൻ ഇടവരുത്താതിരിക്കട്ടെ. അബ്രഹാം നീതിമാനായിരുന്നു. അബ്രഹാം നീതിമാനാകാൻ ഒരു കാരണമുണ്ട്. അബ്രഹാമും ലോത്തും തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ തിരുവചനങ്ങൾ വായിക്കുന്ന നമുക്കറിയാൻ സാധിക്കും. അബ്രഹാമും ലോത്തും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവനെ വഴക്കിന് പോയില്ല. കാരണം അബ്രഹാം ഒരു നീതിമാനായിരുന്നു. അബ്രഹാം പറഞ്ഞു, ലോത്തിനോട് പറഞ്ഞു, നീ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു, നീ കിഴക്കോട്ട് പോയാൽ ഞാൻ പടിഞ്ഞാറ് പോകാം, നീ തെക്കോട്ട് പോയാൽ ഞാൻ വടക്കോട്ട് പോകാം. അബ്രഹാം ഒരു വഴക്കിന് മുൻതൂക്കം കൊടുത്തില്ല. അബ്രഹാം നീതിമാനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ജോബ് നീതിമാനായിരുന്നു. ജോബിന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നു, ജോബ് സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. ജോബ് നീതിമാനായിരുന്നുള്ള കാര്യം ദൈവത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് സാത്താനോട് പോലും തർക്കിച്ചു നിന്നത്. അവനെപ്പോലെ സത്യസന്ധൻ, നിഷ്കളങ്കൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനായി ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നീതിമാനായ ഒരു അപ്പൻ കുടുംബത്തിലുണ്ടെങ്കിൽ അത് തലമുറകൾക്ക് അനുഗ്രഹമായിരിക്കും സ്നേഹമുള്ളവർ. പലരുടെയും ജീവചരിത്രം എടുത്ത് വായിക്കുമ്പോൾ അറിയാം, അവിടെ നീതിമാനൊരു അപ്പനുണ്ടോ, തലമുറകളായിട്ട് അവർ ദൈവം അനുഗ്രഹിക്കുന്ന കാണാം. പക്ഷെ വലിയ സ്വത്തും ധനമൊന്നും ഇല്ലെങ്കിൽ ഒരു നീതിയോടെ നടക്കുന്ന ഒരു അപ്പൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ നീതി തന്നെ ലഭിക്കും. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം കടന്നു വരുന്നത്, കേരളത്തിന് അറിയപ്പെടുന്ന ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം റിട്ടയർ ആയിക്കോട്ടോ, അദ്ദേഹം തൻ്റെ ജീവിതാനുഭവം പങ്കുവെക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 5 മക്കളായിരുന്നു. അപ്പനും അമ്മയും ടീച്ചേഴ്സായിരുന്നു, അധ്യാപകരായിരുന്നു. വലിയ സ്വത്തുമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ വീട്ടിൽ 5 മക്കൾ, ഇളയ കുട്ടി വളരെ 5-6 വയസ്സ് പ്രായമുള്ളപ്പോൾ അപ്പന് ക്യാൻസർ വന്നു. മരണാസന്നനായി കിടക്കയിൽ കിടക്കുകയാണ്. ഒത്തിരി പേര് അപ്പനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്, സ്വന്തക്കാർ, ബന്ധുക്കാർ, പ്രിയപ്പെട്ടവരെല്ലാം. ഒരിക്കൽ പള്ളിയിലെ വികാരിച്ചൻ വന്നു. വികാരിച്ചനുമായിട്ട് ഒത്തിരിയേറെ സംസാരിച്ചിരുന്നു, ആ കയ്യെ പിടിച്ചോണ്ട്. അവസാനമായിട്ട് അപ്പനൊരു കാര്യം ചോദിച്ചു, അച്ഛനൊരു കാര്യം ചോദിച്ചു, സാറിന് 5 മക്കളല്ലേ, ഇളയ കൊച്ച് വളരെ ചെറുപ്പമല്ലേ, സാറ് മരിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ എങ്ങനെയാവുമെന്ന് സാറിന് മനസ്സിൽ വല്ല ആകുലതയുണ്ടോ? സാർ അതിനെക്കുറിച്ച് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ അപ്പൻ ആ പുരോഹിതന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് ഞാൻ ഇന്നും മറന്നിട്ടില്ല.
എന്നിട്ട് എൻ്റെ അപ്പൻ ആ പുരോഹിതനൊരു വാക്യം പറഞ്ഞു. അച്ഛാ, അച്ഛൻ സങ്കീർത്തനം 37:25 വായിച്ചിട്ടുണ്ടോ? സങ്കീർത്തനം 37:25 ഇപ്രകാരം പറയുന്നു, നീതിമാൻ പരിത്യജിക്കപ്പെടുകയോ അവൻ്റെ മക്കൾ ഭിക്ഷ യാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. എൻ്റെ മക്കളെ ദൈവം വളർത്തു വെച്ച, അല്ലെങ്കിൽ അച്ഛൻ ആ ബൈബിളിൻ്റെ വചനം വെട്ടിക്കളഞ്ഞാക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു. ആ പോലീസ് ഓഫീസർ പറയാ, അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. അന്ന് അപ്പം പറഞ്ഞ വാക്യമാണ്, മരണക്കിടക്കേടെന്ന വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കിയത്. എൻ്റെ അപ്പനൊരു നീതിമാനായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാം പഠിച്ചു. നിസാര വരുമാനം കൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും വലിയ ഉദ്യോഗസ്ഥരായി. ഞാൻ പോലീസ് ഓഫീസറായി IG ആയി റിട്ടയർ ആയത്. ഒരു കാരണമുണ്ട്, ഞാൻ ആരുടെയും മുമ്പിൽ ശുപാർശയ്ക്ക് പോയിട്ടില്ല. ഇന്ന് വരെ ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ടതായിട്ടും വന്നിട്ടില്ല. കാരണം ഞങ്ങളെയൊക്കെ വളർത്തിയത് ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ അപ്പം പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നീതിമാന്റെ മക്കൾ ഒരിക്കലും ഭിക്ഷ യാചിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ദൈവവചനത്തിൽ ഊന്നിയെന്നുകൊണ്ട് ഞാൻ പറയുന്നു, നിന്റെ അപ്പനൊരു നീതിമാനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതിസന്ധിയോ പ്രശ്നമോ വരികയില്ല. നീതി വിട്ട് നിങ്ങൾ ഒരിക്കലും മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുകയോ ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യരുത്. ഇന്ന് പലരെയും ജീവിതത്തിൽ കെട്ടിപ്പടുക്കിയിരിക്കുന്നത് കണ്ണുനീരിൻ്റെയും പിടിച്ചുപറിയുടെയും കക്കലിൻ്റെയും ഒക്കെ രീതിയിൽ സമ്പാദിച്ചു കൊടുത്തിട്ടില്ലേ? അത് നീതിയായിട്ട് പരിഗണിക്കത്തില്ല കേട്ടോ. അത് തലമുറകൾ കുറച്ചു കാലം കഴിയുമ്പോൾ സൂക്ഷിച്ചു പോകുന്ന കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഓർക്കുക സ്നേഹമുള്ളവരെ, നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കുക, ഞങ്ങളുടെ കുടുംബത്തിൽ അനീതിയായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ മക്കൾക്ക് അനീതിയായിട്ട് വല്ലതും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ചിലർ ജോലി സമ്പാദിക്കുന്ന പോലും അനീതിയോടെ മേടിച്ചു കൊടുക്കും കേട്ടോ. ഇതൊക്കെ മുന്നോട്ട് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, നമ്മുടെ മനസാക്ഷി ഉണ്ടായിരിക്കണം കേട്ടോ. നീതിയുള്ളൊരപ്പനുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 1 രാജാക്കന്മാർ അതിൻ്റെ 21-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം വായിക്കുമ്പോൾ അവിടെ ഒരു അനീതിയുടെ കഥ പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിനോട് ചേർന്ന് നാബോത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി, സാധാരണ ഒരു മനുഷ്യന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം അവന് തലമുറകളായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന മുന്തിരിത്തോട്ടമായിരുന്നു. ഒരിക്കൽ ആഹാബ് രാജാവ് എന്ന് പറയുകയാണ്, എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ ആ മുന്തിരിത്തോട്ടം എനിക്ക് തരാൻ. നാബോത്ത് പറഞ്ഞു, എനിക്ക് തലമുറകളായിട്ട് കിട്ടിയതാണ്, അത് ഞാൻ ഒരു കാരണവശാലും മറ്റാർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആഹാബിന് വലിയ സങ്കടമായി. ഇത് കണ്ട ആഹാബിന്റെ ഭാര്യ രാജ്ഞി ജസബിൽ പറഞ്ഞു, നീ പേടിക്കണ്ട, അത് ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. നാബോത്തിനെതിരെ കള്ള സാക്ഷി ഉണ്ടാക്കി രാജ്യദ്രോഹ കുറ്റം നടത്തി ഈ നാബോത്തിനെ കൊന്നു കളയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. പക്ഷെ ദൈവമായ കർത്താവ് അത് കണ്ടുകൊട്ടോ. നീതിമാന്റെ രക്തം നീതിക്കായി നിലവിളിച്ചു. കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ നാബോത്തിന് സംഭവിച്ചു തന്നെ ആഹാബിന് സംഭവിച്ചു. ഒരു നീതിമാന്റെ രക്തത്തിന്റെ നിലവിളി ഒരു ദേശത്ത് മുഴങ്ങിക്കേക്കും കേട്ടോ. നീതിമാന്റെ രക്തം നിലവിളിക്കും. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ആരുടെയും പിടിച്ചു പറിച്ചോ അവ കൈക്കൂലി കൊടുത്തോ വാങ്ങിച്ചെടുത്തതായിരിക്കരുത് നമ്മുടെ സമ്പാദ്യവും കുടുംബം ഒന്നും. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, കള്ളസാക്ഷി പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കരുത്. തോബിത്തിന്റെ പുസ്തകം വായിക്കുമ്പം അതിൻ്റെ 4-ാം അധ്യായം 5-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു. തോബിത്ത് തൻ്റെ മോനായ തോബിയാസിന് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ബൈബിൾ ഇപ്രകാരമാണ്: മകനെ, നീ ജീവിതകാലം മുഴുവൻ നീതി ഉള്ളവനായി മുന്നോട്ട് പോകണം. അവിടെ പറയുന്നുണ്ട്, അനീതിയായിട്ട് നീ ഒന്നും ഉണ്ടാകരുത്. വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്, പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിക്കരുത്, ദൈവം നിന്നിൽ നിന്നും മുഖം തിരിക്കും. വീണ്ടും ബൈബിൾ പറയുന്നു, സുഭാഷിതം 12:26 പറയുന്നു, നീതിമാൻ തിന്മയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. സുഭാഷിതം 13:5 പറയുന്നു, നീതിമാൻ കാപട്യത്തെ വെറുക്കുന്നു. സുഭാഷിതം 13:9 പറയുന്നു, നീതിമാന്റെ ദീപം തെളിഞ്ഞു നിൽക്കും. മത്തായിയുടെ സുവിശേഷം 25:37 പറയുന്നു, അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, നിന്നെ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയതോ കുടിക്കാൻ കൊടുത്തതോ എപ്പോൾ? ഞാൻ പറയുന്നത്, ഒരു നീതിമാന് മാത്രമേ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുവാനും വസ്ത്രം കൊടുക്കുവാനും പാവപ്പെട്ടവനെ സഹായിക്കാനും മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ അത് നീതിമാന്റെ പ്രത്യേകതയാണ്. ദൈവവചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ വല്യപ്പൻ്റെ വല്യപ്പൻ, അങ്ങനെ നമ്മുടെ തലമുറകളിൽ എവിടെയേലും അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അനീതിയുടെ ഒന്നും നമ്മുടെ കുടുംബത്തോ നമ്മുടെ മക്കളിലോ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒന്ന്, നീതിമാനൊരു അപ്പനുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കൃപയുള്ള ഒരമ്മ. നിങ്ങളുടെ എല്ലാ സ്ത്രീകളും പ്രസവിക്കും, കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തും. പക്ഷെ ഒരമ്മയാകണം എന്നില്ല. ഇന്ന് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന എത്രയോ അമ്മമാരുണ്ടെന്നറിയാമോ? എത്രയോ അനാഥശാലകളിൽ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ വേണ്ടാത്ത രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടെന്നറിയാമോ? അപ്പോൾ കൃപയുള്ള ഒരു അമ്മയെന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ മാത്രമല്ല, ഒരു ഭാര്യയായ മാത്രം പോരാ, ഒരു കൃപയുള്ള അമ്മയുടെ പ്രത്യേകത. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 1
അധ്യായം 28:30 പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ദൈവഹിതം തല കുനിച്ച് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ എളിമയുണ്ടായിരിക്കുക. ഒരു എളിമയുള്ള വ്യക്തിക്ക് മാത്രമേ നല്ലൊരു അമ്മയാകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഗുണമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ എളിമയുള്ള ഒരു സഹോദരിയാണ്. യാക്കോബ് 4:6 പറയുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. എളിമയുള്ളവർക്കാണ് കൃപ കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് എളിമയാണ്. നമുക്കറിയാം, ഒരു അഹങ്കാരി ആർക്കും ഇഷ്ടപ്പെടുകയല്ല കേട്ടോ. നമുക്കറിയാം, ചിലർ സംസാരിക്കുമ്പോൾ തന്നെ എളിമയുള്ള ഒരു സ്ത്രീയെ, എളിമയുള്ള ഒരമ്മേനെ എല്ലാവർക്കും ബഹുമാനമാണ്, സ്നേഹമാണ്. ഇനി ലൂക്ക 2:14 കേട്ടില്ലേ, ഭൂമിയിൽ കൃപ ലഭിച്ചവർക്കാണ് സമാധാനം. കൃപ ഉള്ള ഒരമ്മയ്ക്ക് സമാധാനം ഉണ്ടായിരിക്കും. അതെങ്ങനെ ലഭിക്കുമെന്ന് പ്രഭാഷകൻ 32:14 പറയുന്നു, പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടും. വളരെ കൃപയുള്ള ഒരു അമ്മ ഒരിക്കലും അപ്പൻ്റെ കുറ്റം പറഞ്ഞ് നടക്കാറില്ല, അപ്പനെ അവഹേളിക്കാറില്ല, അപ്പനെ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയില്ല, അപ്പൻ്റെ കുറ്റം പറഞ്ഞു നടക്കുകയില്ല. എഫേസ്യർ 4:7 പറയുന്നു, നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. ഗബ്രായർ 12:14 പറയുന്നു, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് കൃപ നഷ്ടമാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്നേഹമുള്ളവരെ, നമ്മുടെ കൃപ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യമാണ് അനുസരണമുള്ള മക്കൾ. ഞാൻ വീണ്ടും പറയുന്നു, നീതിമാനൊരപ്പൻ, കൃപയുള്ള അമ്മ, അനുസരണമുള്ള മക്കൾ. ലൂക്ക 2:52 പറയുന്നു, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരെയും പ്രീതിയിലും വളർന്നു വന്നു. അപ്പോൾ യേശു വളർന്നു വന്നത് ദൈവത്തിൻ്റെ മാത്രം പ്രീതിയിലല്ല, മറ്റുള്ളവരുടെ, മനുഷ്യരുടെയും പ്രീതിയിലാണ് വളർന്നു വന്നത്. എഫേസ്യർ 2:1 പറയുന്നു, അനുസരണക്കേടിൻ്റെ ദുഷ്ടാരൂപി നിങ്ങളിലുണ്ടോ, ഒരിക്കൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അനുസരണക്കേടാണ്. അത് ദൈവമാണ് തരുന്നത്. അബ്രഹാം എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ അനുസരിച്ചതുപോലെ ഈ കുഞ്ഞുങ്ങൾ അനുസരണമുള്ള മക്കൾ, മാതാപിതാക്കൾക്ക് വിധേയപ്പെടുന്ന മക്കൾ, അനുസരണമുള്ള മക്കൾക്ക് അനുഗ്രഹം കൂടുതലാണെന്ന് പറയുന്നത്. ഞാൻ പറയുന്ന അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് അനുസരണമാണ്. ഒരിക്കൽ ഞങ്ങൾ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അന്ന് ആ ക്ലാസ് നടന്നില്ല. പേരുകേട്ടൊരു സ്കൂളാണ്. ആ സ്കൂളിൽ ചെന്നപ്പോൾ പ്രിൻസിപ്പാളുമായിട്ട് സംസാരിച്ചപ്പോൾ ആ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിൻസിപ്പാൾ പറഞ്ഞു, ഇവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മഴയായിരുന്നു. അപ്പോൾ അടുത്തൊരു പുഴയുണ്ട്. ആ പുഴയിൽ കുറച്ച് കുട്ടികൾ കുളിക്കാൻ പോയി. ഞാൻ 2-3 തവണ പറഞ്ഞു, മക്കളെ പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കുട്ടികൾ അത് അനുസരിച്ച് കേട്ടോ. വേറെ കുറച്ച് കുട്ടികൾ എന്നെ കാണാതെ, എന്നെ അനുസരിക്കാതെ, ഞാൻ പറയുന്ന കേൾക്കാതെ അവർ കുളിക്കാൻ പോയി. 2 കുട്ടികൾ മരിച്ചു പോയ ചരിത്രം. എന്നിട്ട് അച്ഛൻ പറയായിരുന്നു, പണ്ടത്തേക്കാൾ ഉപരിയായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ പ്രിൻസിപ്പാൾ ആയിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഒട്ടും അനുസരിക്കുന്നില്ല. അപ്പോൾ കൃപയുള്ള അമ്മ വേണം, നീതിമാനൊരപ്പം വേണം, അനുസരണമുള്ള മക്കൾ വേണം. സ്ത്രീകളെ, ഇനി നല്ലൊരു ഭർത്താവിൻ്റെ ചില ഗുണങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം. എഫേസ്യർ 5:22 പറയുന്നു, അവൻ ഭാര്യയെ സ്നേഹിക്കണം, ധനത്തെ ആശ്രയിക്കരുത്, ഭാര്യയെ ബഹുമാനിക്കണം, പരിഹസിക്കരുത്, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, പരസ്പരം അഭിനന്ദനങ്ങൾ കൊടുക്കണം, ഒന്നിച്ച് യാത്ര ചെയ്യണം, രോഗാവസ്ഥയിൽ ശുശ്രൂഷ ഉണ്ടായിരിക്കണം, വൃത്തിയായിട്ട് നടക്കണം, ലഹരി ഉപയോഗിക്കാത്ത വ്യക്തിയായിരിക്കണം, ഭാര്യ ഭവനത്തെ ബഹുമാനമുള്ളവരായിരിക്കണം, പൂർവ്വകാലം ചെയ്യാത്ത വ്യക്തിയായിരിക്കണം. ഇനി ഭാര്യയെ ഉപദ്രവിച്ച് നന്നാക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ദാമ്പത്യ വിശ്വസ്ത പ്രാപിക്കണം. ഇനി പ്രധാനമായിട്ട് ഞാൻ പറയാം, ഒരിക്കലും ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ഭാര്യയുടെ കുറ്റം പറഞ്ഞെന്ന് ഒരു ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യയെ നന്നാക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്തു, നീ ഒരിക്കലും ഭാര്യയെ നന്നാക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ നന്നായാൽ നിൻ്റെ ഭാര്യ നന്നായിക്കോളും. അതുകൊണ്ട് നല്ല ഭർത്താക്കന്മാരെ, ഭാര്യ നന്നാവണമെങ്കിൽ ആദ്യം ഞാൻ നന്നാകണം. ഇനി അടുത്ത് ഭാര്യയുടെ ചില ഗുണങ്ങൾ ഞാൻ ദൈവവചനത്തിലൂടെ പറയാം. 1, വിധേയമുള്ളവരായിരിക്കണം. എഫേസ്യർ 5:22 പറയുന്നുണ്ട്, ബഹുമാനം കൊടുക്കണം, ഭർത്താവിനെ ഒറ്റപ്പെടുത്തരുത്, സഹായിക്കണം, കൃത്യമായി സംസാരിക്കാൻ പഠിക്കണം, ഭർത്തൃഭവനം സ്വന്തമാണെന്നൊരു തോന്നൽ വേണം, ജോലികൾ ഉത്സാഹത്തോടെ ചെയ്യണം, ഭർത്തൃ മാതാപിതാക്കളെ സ്വന്തമായിട്ട് കരുതുക, നിസ്സാര കാര്യം പെരുപ്പിച്ച് പറയരുത്, സ്നേഹം കൊണ്ട് മുട്ടുകുത്തിക്കണം, വൃത്തിയും വെടുപ്പും വേണം, വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസ്തത നഷ്ടപ്പെടുത്തരുത്, ദരിദ്രരോട് ദയ കാണിക്കണം. ഗുരുവിൻ്റെ അടുത്തൊരു ഭാര്യ എന്ന് പറഞ്ഞു, നല്ലൊരു ഭർത്താവ് ആകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു ഭർത്താവാക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി. നല്ലൊരു ഭാര്യ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ഭർത്താവ് തനിയെ ആയിക്കൊള്ളും. സ്നേഹമുള്ളവരെ, നല്ലൊരു കുടുംബജീവിതം
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉള്ള അനുഗ്രഹം ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.